നമസ്കാരം. ജ്യോതിശാസ്ത്ര പങ്ക്തിയിലേക്ക് പ്രിയമുള്ള എല്ലാ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം. നമ്മൾ ഇന്ന് ജ്യോതിശാസ്ത്രത്തിലെ ചില പ്രത്യേകമായ വസ്തുതകളാണ് പറയാൻ പോകുന്നത്. നക്ഷത്ര ജ്യോതിഷം അഥവാ സ്റ്റെല്ലാർ അസ്ട്രോളജിയുടെ വിവിധ വശങ്ങളാണ് നാം ഇവിടെ പറയാനായിട്ട് പോകുന്നത്. അശ്വതി മുതൽ രേവതി വരെയുള്ള 27 നാളുകാരുടെ പൊതുവായിട്ടുള്ള ഓരോരോ കാലഘട്ടങ്ങൾ എപ്രകാരമായിരിക്കാം, സാമാന്യമായിട്ടുള്ള അവസ്ഥകൾ ഓരോ സന്ദർഭങ്ങളിലും എങ്ങനെയൊക്കെ വന്നു ചേരാം തുടങ്ങിയ വിവിധങ്ങളായ വിഷയങ്ങൾ, അതാണ് നമ്മൾ ഇന്ന് പറയുന്നത്. നമ്മൾ 27 നാളുകളാണ് നക്ഷത്ര ജ്യോതിഷത്തിൽ ഉള്ളത്. ലൂനാർ അസ്ട്രോളജി അഥവാ ചാന്ദ്ര ജ്യോതിഷത്തിൻ്റെ ഭാഗമാണ് ഇവ. നിരയന ജ്യോതിഷമെന്നും പറയും. നക്ഷത്രങ്ങളെന്ന് പറയുമ്പോൾ നമ്മൾ ആകാശത്ത് ഇങ്ങനെ കൺചിമ്മി തെളിയുന്ന ആ കാണുന്ന വെറും നക്ഷത്രങ്ങളെ പറ്റിയിട്ടല്ല പറയുന്നത്. ഒരു നക്ഷത്ര മണ്ഡലം എന്ന് പറയുന്നത് ആകാശത്ത് 13.25 ഡിഗ്രി, കുറച്ചുകൂടെ വ്യക്തമായി പറഞ്ഞാൽ 13.33 ഡിഗ്രി അളവാണ് ഒരു നക്ഷത്ര മണ്ഡലം. ഭൂമിക്ക് ചുറ്റുമുള്ള അന്തരീക്ഷ മണ്ഡലത്തെ ഒരു പരിപൂർണ വൃത്തമായി പരിഗണിച്ചാൽ ആ വൃത്തത്തിൻ്റെ ഗണിതപരമായ അളവ് 360 ഡിഗ്രിയാണ്. അങ്ങനെയുള്ള വൃത്താകൃതിയിലുള്ള അന്തരീക്ഷ മണ്ഡലത്തിൽ 30 ഡിഗ്രി വരുന്ന ഒരു ദൂരപരിധി, അതിനെയാണ് ഒരു രാശി അഥവാ ഒരു രാശി മണ്ഡലം എന്ന് പറയുന്നത്. അങ്ങനെ 12 രാശികൾ, 30 ഡിഗ്രി അളവ് വീതമുള്ള 12 രാശികൾ ചേരുമ്പോൾ ഒരു രാശിചക്രം, വൃത്താകൃതിയിലുള്ള ഒരു രാശിചക്രം പൂർത്തിയാകും. ഇത് കൂടാതെ 360 ഡിഗ്രി അളവുള്ള രാശി വൃത്തത്തെ 27 ചെറിയ ഭാഗങ്ങളായിട്ട് വിഭജിച്ചാൽ ആ ഓരോ ഭാഗവും 13.33 അളവുള്ള ഒരു മേഖലയായിട്ട് വരും. ആ ഒരു മേഖലയാണ് ഒരു നക്ഷത്ര മണ്ഡലം. ആ ഒരു മേഖലയിൽ കാണപ്പെടുന്ന കോൺസ്റ്റലേഷൻസ്, താരാപഥങ്ങളുടെ വ്യൂഹം, അവയെ അടിസ്ഥാനമാക്കി അതിന് പേരുകൾ നൽകിയിരിക്കുകയാണ്. അപ്പോൾ ഭൂമിക്ക് ചുറ്റുമുള്ള വൃത്താകാരമായ മണ്ഡലത്തിൽ 13.33 ഡിഗ്രി അളവ് വരുന്ന ഒരു മേഖലയാണ് ഒരു നക്ഷത്ര മണ്ഡലം. അശ്വതി, ഭരണി, കാർത്തിക, രോഹിണി എന്നറിയപ്പെടുന്നത് ഈ നക്ഷത്ര മേഖലകളാണ്. ഈ ഒരു നക്ഷത്ര മേഖലയിലൂടെ ചന്ദ്രൻ കടന്നു പോകാൻ എടുക്കുന്ന ഒരു കാലയളവാണ് ഒരു നാൾ. അത് ശരാശരി 60 നാഴിക അഥവാ 24 മണിക്കൂർ കൊണ്ടാണ് ഒരു നക്ഷത്ര മേഖലയിലൂടെ ചന്ദ്രൻ കടന്നു പോകുന്നത്. ഇതിനെയാണ് നമ്മൾ ഒരു നാൾ എന്ന് പറയുന്നത്. ഇതാണ് നക്ഷത്രങ്ങളെ പറ്റിയിട്ടുള്ള ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം ചുരുക്കി പറഞ്ഞത്. അശ്വതി നക്ഷത്രം ആദ്യത്തെ നക്ഷത്രമാണ്. അശ്വതി നാളുകാർ ജനിക്കുന്നത് കേതു ദശയിലാണ്. കേതു ദശ ആകെ 7 വർഷമാണ് ഉള്ളത്. ഒരു കുട്ടി അശ്വതി നക്ഷത്രത്തിൽ ജനിക്കുമ്പോൾ ആ കുട്ടിയുടെ ജന്മശിഷ്ടം വരുന്ന ദശ എന്ന് പറയുന്നത് കേതുവിൻ്റേതാണ്. കേതു നക്ഷത്രം ആരംഭിച്ച് എത്ര നാഴിക വിനാഴിക പിന്നിട്ടപ്പോഴാണ് ആ കുട്ടി ജനിച്ചത് എന്നതിനെ ആശ്രയിച്ചാണ് അതിൻ്റെ ജനനശിഷ്ടമുള്ള ദശാകാലം എത്ര വർഷം, എത്ര മാസം, എത്ര ദിവസം എന്നൊക്കെ കണക്കാക്കിയെടുക്കുന്നത്.
അപ്പോൾ കേതു ദശയിലാണ് അശ്വതി നാളുകാരുടെ ജനനം. കേതു ദശയെ തുടർന്ന് വരുന്നത് ശുക്രദശയാണ്. കേതു ദശയിൽ ജനിക്കുന്നത് കൊണ്ട് തന്നെ ശൈശവകാല ക്ലേശങ്ങൾ ചിലപ്പോൾ കുറച്ച് കൂടുതലായി അനുഭവപ്പെട്ടേക്കാം. കാരണം ശൈശവം കേതു ദശയിലാണല്ലോ. അതിൻ്റേതായ ചില അസ്വസ്ഥതകൾ ആ കുഞ്ഞിനോ മാതാപിതാക്കൾക്കോ ഒക്കെ ഒരുപക്ഷെ ഉണ്ടാകാം. കേതുദശ ഏതാനും ചില വർഷങ്ങളെ ആ കുട്ടിക്ക് ബാലൻസ് ഉണ്ടാവൂ. അത് കഴിഞ്ഞ് പിന്നീട് 20 വർഷക്കാലം ശുക്രദശയിലാണ്. അപ്പോൾ അശ്വതി നാളുകാരെ സംബന്ധിച്ച് വിദ്യാഭ്യാസ കാലഘട്ടം ഏതാണ്ട് പൂർണ്ണമായും ശുക്രദശയിലൂടെ കടന്നു പോകുന്നു എന്ന് പറയാം. അതിൻ്റേതായ പ്രയോജനം അവർക്കുണ്ടാവുകയും ചെയ്യാറുണ്ട്. പഠന നിലവാരം നല്ല രീതിയിൽ മുമ്പോട്ട് പോകുവാനായിട്ട് സാധിക്കുക, ആരംഭം മുതലേ ഒരേ നിലയിൽ പഠിച്ച് മുമ്പോട്ട് നീങ്ങുവാനായിട്ട് കഴിയുക, ഉയർന്ന ക്ലാസ്സുകളിലേക്ക് എത്തുന്നതിനനുസരിച്ച് കൂടുതൽ കൂടുതൽ നേട്ടങ്ങൾ കൈവരിക്കാനായിട്ടുള്ള അവസരങ്ങളുണ്ടാകുക, പലതരത്തിലുള്ള മേഖലകളിലേക്ക് ഉന്നത വിദ്യാഭ്യാസം എത്തിക്കുക തുടങ്ങി നല്ല ഗുണങ്ങൾ പലതും ഈ ശുക്രദശാകാലത്തെ വിദ്യാഭ്യാസത്തിൽ വന്നു ചേരാറുണ്ട്. പൊതുവെ ഓരോ വ്യക്തിയുടെയും അനുഭവങ്ങൾ ആ ആളിൻ്റെ ജനന സമയം, സൂക്ഷ്മമായ ജനന സമയമനുസരിച്ച് ഏറെയും കുറഞ്ഞും കുറച്ചൊക്കെ വ്യത്യാസപ്പെട്ടിരിക്കും. സാമാന്യമായ കാര്യങ്ങളാണ് ഈ പറയുന്നത്. ശുക്രദശയ്ക്ക് ശേഷം വരുന്നത് 6 വർഷക്കാലം സൂര്യദശയാണ്. അത് ഏറെക്കുറെ യൗവനത്തിൻ്റെ പ്രധാന ഘട്ടം ഈ സൂര്യദശയിൽ വരും. തൊഴിൽപരമായിട്ടും കാര്യപ്രാപ്തിയിലുമൊക്കെ കുറേയൊക്കെ നല്ലതാണ്. എങ്കിലും മാനസികമായ അസ്വസ്ഥതകൾ, പലതരത്തിലുള്ള പ്രയാസങ്ങൾ, ഇതൊക്കെ ഈ ആദിത്യ ദശാകാലത്ത് വരാറുണ്ട്. യൗവനത്തിൻ്റെ 2ാം ഘട്ടത്തിൽ തുടർന്ന് വരുന്നത് ചന്ദ്രദശയാണ്. അതൊരു 10 വർഷമുണ്ട്. ആ കാലഘട്ടങ്ങളിൽ വളരെ നിർണായകമായ നേട്ടങ്ങൾ കൈവരിക്കേണ്ടതായ ഒരു ഘട്ടമാണ്. തൊഴിലിന് ഒരു സ്ഥിരതയുണ്ടാകുക, സാമ്പത്തികമായ നേട്ടങ്ങൾ കൈവരിച്ചു തുടങ്ങുക, കുടുംബജീവിതത്തിൻ്റേതായ ഗുണങ്ങൾ, പലതരത്തിൽ ഉള്ള വിഭിന്നങ്ങളായ നേട്ടങ്ങൾ, ഇതെല്ലാം തന്നെ ഈ ചന്ദ്രദശാകാലത്ത് വന്നു ചേരുന്നതാണ്. 10 വർഷത്തെ ചന്ദ്രനും കഴിഞ്ഞാൽ പിന്നീട് വരുന്നത് ചൊവ്വയാണ്. അത് 7 വർഷക്കാലമാണ്. ഈ ചൊവ്വാദശയുടെ കാലം പൊതുവെ ഗുണദോഷ സമ്മിശ്രമാണ്. എങ്കിലും ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കണം. 7 വർഷം നീണ്ടു നിൽക്കുന്ന ചൊവ്വാദശയ്ക്ക് ശേഷം പിന്നെ അശ്വതി നാളുകാർക്ക് വരുന്നത് രാഹുദശയാണ്. അത് 18 വർഷമാണ്. മിക്കവാറും മധ്യപ്രായം വന്നു ചേരുന്നത് ഈ രാഹുദശയോട് കൂടിയാണ്. അപ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. അശ്വതി നാളുകാരെ സംബന്ധിച്ച് മധ്യപ്രായ ആരംഭഘട്ടത്തിൽ വന്നെത്തുന്നതായ ഈ രാഹുദശയും അതിൻ്റെ തുടർന്നങ്ങോട്ടുള്ള കാലങ്ങളും ആരോഗ്യപരമായും ശാരീരികമായും മാനസികമായും ഒക്കെ പലതരത്തിലുള്ള പ്രയാസങ്ങളും ക്ലേശങ്ങളും സൃഷ്ടിക്കാവുന്നതായിട്ടുള്ളതായ ഒരു കാലഘട്ടമാണ്. വളരെ ജാഗ്രത ആ കാലഘട്ടത്തിൽ ആവശ്യമായി കാണുന്നുണ്ട്. രാഹുവിന് ശേഷം വരുന്ന വ്യാഴദശാകാലം പൊതുവെ ഗുണദോഷ സമ്മിശ്രമായിരിക്കും. കേതു അധിപതിയായിട്ടുള്ള അശ്വതി നാളുകാരുടെ ജന്മനക്ഷത്ര കല്ല് എന്ന് പറയുന്നത് വൈഡൂര്യം, ക്യാറ്റ്സൈ എന്ന് ഇംഗ്ലീഷിൽ പറയും, അതാണ്. ജന്മനക്ഷത്ര കല്ല് ലൈഫ് ലോങ്, ജീവിതകാലം മുഴുവൻ ഇടാവുന്നതാണ്. പിന്നെ ദശാകാലങ്ങൾ മാറി മാറി വരുന്നതിനനുസരിച്ചും ചിലർ വ്യത്യസ്തങ്ങളായ കല്ലുകൾ ധരിക്കാറുണ്ട്. അത് വേണമെങ്കിൽ അതാത് കാലഘട്ടത്തിൽ ചിന്തിച്ച് ചെയ്യുക.
കേതു അധിപതിയായിരിക്കുന്ന അശ്വതി നാളുകാർക്ക് ജീവിതത്തിൽ നല്ല ഉയർച്ച പൊതുവെ ഉണ്ടാകാറുണ്ട്. ഒന്നിലധികം വീടുകൾ സ്വന്തമായി തീരുക, നല്ല സാമ്പത്തിക നേട്ടങ്ങൾ, ജീവിത പുരോഗതി, ഇതെല്ലാം തന്നെ കേതു അധിപതിയായിരിക്കുന്നതായ അശ്വതി നാളുകാർക്ക് പൊതുവെ പലർക്കും കൈവരിക്കാൻ പറ്റുന്നതായ നേട്ടങ്ങളാണ്. ഓരോ വ്യക്തികളും സ്വന്തം ജനന തീയതിയും സമയവും അനുസരിച്ചുള്ള ഗ്രഹനില ഉണ്ടാക്കി അതിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്ത് മുമ്പോട്ട് പോകേണ്ടതാണ്.